CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടി കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി മഹാസംഗമമായി മാറി. കളക്ടറേറ്റ് മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ മന്ദിരം അഴീക്കോടൻ സ്മാരക മന്ദിരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പാർക്കിംഗും ഗ്രൗണ്ട് ഫ്ലോറും ഉൾപ്പെടെ 7 നിലയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉച്ചയോടെ തന്നെ പരിപാടിക്കായി അണികൾ എത്തിക്കൊണ്ടിരുന്നു. പരിപാടി തുടങ്ങാറായപ്പോഴേക്കും സദസ്സ് നിറഞ്ഞു കഴിഞ്ഞു. സംഭാവന നൽകിയ പാർട്ടി അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, പഴയകാല നേതാക്കൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, രക്തസാക്ഷി കുടുംബങ്ങൾ തുടങ്ങി പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെയെല്ലാം അണിനിരത്താനുള്ള പ്രവർത്തനം ജില്ലാ കമ്മിറ്റി നേരത്തെ തുടങ്ങിയിരുന്നു. ആ പ്രയത്നത്തിന്റെ പൂർത്തീകരണമായി ഉത്സവാന്തരീക്ഷത്തിലുള്ള ഉദ്ഘാടന ചടങ്ങ്. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അഴീക്കോടൻ സ്മാരക മന്ദിരം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തടിച്ചുകൂടിയിട്ടുള്ള എല്ലാവരും ഒരുപാട് ഓർമ്മകൾ സ്വാഭാവികമായും ഉയർന്നുവരുന്നു. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാവുന്നത്. CPI പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്രമണം ചെയ്യുകയും CPI തന്നെയാണ്. അഴീക്കോടൻ ആരായിരുന്നതിനെ കുറിച്ച് ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. വലിപ്പം കൊണ്ട് രാജ്യത്തെ CPMന്റെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാണ് കണ്ണൂരിലേത്. ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാം ഉൾപ്പെട്ട കെട്ടിടമാണ് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചത്. 25 കോടി രൂപ ചെലവഴിച്ചാണ് ഓഫീസിന്റെ നിർമ്മാണം. ഓഫീസും സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരാനുള്ള പ്രത്യേക മുറികളും സ്റ്റുഡിയോ ഉൾക്കൊള്ളുന്ന നവമാധ്യമ മുറിയും 500 പേരെ ഉൾക്കൊള്ളാവുന്ന AKG സ്മാരക ഹാളും ഉൾപ്പെട്ടതാണ് കെട്ടിടം. പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ അതേ മാതൃകയിലാണ് മുൻവശത്ത് നിന്നുള്ള കാഴ്ച. പഴയ മരത്തടികളും പുതിയ ഓഫീസ് കെട്ടിടത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിണറായിയിൽ ഓടിട്ട വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ CPIMന്റെ എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രമാണ് കണ്ണൂർ. അതേ പ്രൗഢിയോടെയും പ്രതാപത്തോടെയുമാണ് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെയും നിർമ്മാണം. ചടങ്ങിൽ EM അഷ്റഫ് രചിച്ച N അബ്ദുള്ളയുടെ ജീവചരിത്രം, അർദ്ധരാത്രിയിലെ അറസ്റ്റ്, പിണറായി വിജയൻ KP സഹദേവന് നൽകി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TV രാജേഷ്, V ശിവദാസൻ MP, P ശശി, P ജയരാജൻ, N ചന്ദ്രൻ, പനോളി വത്സൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സുരേന്ദ്രൻ, P ഹരീന്ദ്രൻ, PV ഗോപിനാഥ്, M പ്രകാശൻ, P പുരുഷോത്തമൻ, TK ഗോവിന്ദൻ, KV സുമേഷ് MLA, കാരായി രാജൻ, N സുകന്യ, MLAമാരായ TI മധുസൂദനൻ, M വിജിൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്, KK നാരായണൻ എന്നിവർ പങ്കെടുത്തു. കഥാകൃത്ത് T പത്മനാഭൻ, ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി, AKGയുടെ മകൾ ലൈല, പാട്യം രാജൻ, ഇടതുമുന്നണി നേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം Facebook, YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.